ഈ വിഷയത്തിൽ ഇന്ന് KPCC പ്രസിഡന്റിൻ്റെ പ്രതികരണം വന്നു. മരിച്ചവരെ പോലും പേരോർമ്മിക്കത്തക്ക രീതിയിലുള്ളൊരു മര്യാദ കാണിക്കാതെ പോയി പിണറായി വിജയൻ എന്നാണ് KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത്. മരണം ചിലപ്പോൾ ചില മനുഷ്യരെയൊക്കെ അനശ്വരാക്കുന്നു, നല്ലവരാക്കുന്നു എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും CPM നേതാക്കളെല്ലാവരും ഒരുമിച്ച് ആ വാക്കുകൾ പറഞ്ഞു. ഇത് ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രി ആ വാക്ക് പറഞ്ഞില്ലെങ്കിലും MN വാസവൻ ഉമ്മൻചാണ്ടിയെ ഓർമ്മിച്ചു. കരുണാനിധി അടക്കമുള്ളവരും മുഖ്യമന്ത്രിയുടെ പേര്, ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന ടേക്ക്, ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ക്രെഡിറ്റിൽ അവകാശപ്പെട്ട തർക്കങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ക്രെഡിറ്റിൻ്റെ പേരിലുള്ള വലിയ തർക്കമൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുക. കാര്യം ആ തർക്കം അപ്രസക്തമാണ്. പക്ഷേ ഈ വിഷയം നമ്മൾ നോക്കുമ്പോൾ 2015 ഓഗസ്റ്റ് മാസത്തിലാണല്ലോ ഈ കരാർ ഒപ്പിടുന്നത്. അതിനുശേഷം ഒരു തറക്കല്ലിടിയിൽ ഡിസംബറിൽ നടക്കുന്നുണ്ടല്ലോ. ആ തറക്കല്ലിടിയുന്ന സമയത്ത് ഉമ്മൻചാണ്ടി അന്ന് നടത്തിയ പ്രസംഗത്തിൽ ഈ പദ്ധതിക്ക് കാരണക്കാരായ CPMലെ ഏതെങ്കിലും നേതാക്കളുടെ പേര് പറയുന്നുണ്ടോ എന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 2016 ഇ കെ നായനാർ, അന്ന് ഉമ്മൻചാണ്ടി ഇ കെ നായരുടെ പേര് പറഞ്ഞിട്ടില്ല. അതായത് ഇത് പിണറായി വിജയൻ്റെ മാത്രം ശൈലി പ്രശ്നമല്ല, ഇത് ഉമ്മൻചാണ്ടി അന്ന് തറക്കല്ലിടുന്ന സമയത്തും ഇ കെ നായരുടെ പേരോ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ആളുടെ പേരോ പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ നേതാക്കളും എല്ലാ പ്രോജക്റ്റുകളും തങ്ങളുടെ പേരുകളിലാക്കി മാറ്റുക. കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യാവകാശത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. കേരളത്തിലെ ആളുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ അത് വേറെയാണെങ്കിൽ പോലും കേരളത്തിൽ നമ്മൾ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻറ്റ് പോളിറ്റിക്സ്, വികസന രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുക. ആരാണ് വികസന നായകൻ, ആരാണ് ഇച്ഛാശക്തിയുള്ള വികസന നായകൻ, ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നത് ആർക്കാണ്, ഏറ്റവും നല്ല CEO ആരാണ് എന്നുള്ളതാണ് അടിസ്ഥാനമായ ചോദ്യം. ഞാനതിനെ സമീപിക്കുന്നത് ആ ആംഗിളിലാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം അടുത്ത കാലത്തായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ശൈലീ മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ കേരളത്തിൽ ഏറ്റവും മികച്ച CEO ആരാണ് എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനെ സമീപിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കണക്കുകൾ എണ്ണി പറയുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത് ആരാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ദേശീയപാത വികസനം നടത്തുന്നത് ആരാണ്, മലയോര പാത ദേശീയപാത കൊണ്ടുവരുന്നത് ആരാണ്, ജലപാത കൊണ്ടുവരുന്നത് ആരാണ്, കേരയിൽ കൊണ്ടുവരുന്നത് ആരാണ്. അപ്പോൾ ഒട്ടേറെ പദ്ധതികൾക്കൊപ്പം വിഴിഞ്ഞം പദ്ധതിയും ആ അർത്ഥത്തിൽ ഒരു സക്സസ്ഫുള്ളായ പൊളിറ്റിക്കൽ CEO നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല CEO, ഡെവലപ്മെൻറ്റ് CEO ആരാണ് എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് ഉമ്മൻചാണ്ടി. നമ്മൾ VS അച്യുതാനന്ദനും ഇ കെ നായനെയൊക്കെ മറന്നുപോയിട്ടുണ്ട്. കാരണം EMSനെയൊക്കെ നമ്മൾ മറന്നുപോയി. കേരളത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വികസന രാഷ്ട്രീയത്തിൽ ടെക്നോ പാർക്ക് ഉണ്ടായിരുന്നു ഇ കെ നായരുടെ കാലത്ത്. പക്ഷേ നമ്മളത് മറന്നുപോയി. മറുഭാഗത്തുണ്ട് മെട്രോ കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയാണ്. നെടുമ്പാശ്ശേരി സിയാൽ കൊണ്ടുവരുന്നത് കരുണാകരൻ്റെ കാലത്താണ്. അപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പക്ഷേ അതാണ്, ഈ പ്രോജക്റ്റുകളെ മുൻനിർത്തിയാണ് നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇന്ന് പേര് വിട്ടുപോയത് മനഃപൂർവ്വം തന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും ലാവ്ലിൻ കേസിലെ ഒരു രാഷ്ട്രീയ പ്രതികാരം മനസ്സിലുണ്ടാവാം. അതിനുമപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച CEO ആര് എന്ന തർക്കമാണ് ഇനി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന പൊളിറ്റിക്കൽ വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കിറ്റോ പെൻഷനോ ഒന്നും ആയിരിക്കില്ല. പകരം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ ആണ് പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതാണ്. അതായത് 2021 കിഫ്ബിയും കിറ്റും സ്കൂളുകളും ആശുപത്രിയുമായിരുന്നെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ നരേറ്റീവിനെ തീരുമാനിക്കാൻ പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാതാ വികസനം, രണ്ടാമത്തത് മലയോര പാതാ വികസനം, കേരയിൽ K-ഫോൺ എത്തിയിട്ടുണ്ടെങ്കിൽ K-ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 4 വിഴിഞ്ഞം പദ്ധതി, അത് നടപ്പിലാക്കാൻ ഈ സർക്കാർ കാണിച്ച ഇച്ഛാശക്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ടേക്ക്, ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച CEO ആര് എന്നുള്ളൊരു മത്സരത്തിൽ തീർച്ചയായും ഇത്തരം മറവികൾ ഉണ്ടാവും. ആ മറവികളെ നമുക്ക് നീതീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി അത് ഇരുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. രണ്ടാമത്തെ ഒരു ടേക്ക്, ഇതിൽ നിലപാട് മാറ്റിയിട്ടുണ്ടോ CPM എന്ന പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ശരിയാണ്, 2016 ശേഷം 2015 ഈ അദാനിയുമായിട്ട് കരാർ ഒപ്പിടുന്ന ഘട്ടം മുതൽ CPM ഇതിനിൽ വിമർശനം ഉന്നയിച്ചിരുന്നത് അഴിമതിയുണ്ട് എന്നതായിരുന്നു. 2, നിലവിൽ ഇത് അദാനിക്ക് വേണ്ടി കൂടുതൽ ലാഭവിഹിതം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. യൂസർ ഫീ ഉപയോഗിക്കുന്നത് വഴി മത്സ്യത്തൊഴിലാളികളുടെ മേൽ അദാനിക്ക് അധികാരം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതൊക്കെ അവർ അന്ന് സമരം ചെയ്തതും അന്നവർ ഈ പ്രതിഷേധം ഉന്നയിച്ചതും
CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് CPM വാദിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. CAG റിപ്പോർട്ട് വരുന്നത് 2017 മെയ്യിലാണ്. 2017 മെയ്യിൽ വരുന്ന CAG റിപ്പോർട്ട് കൊണ്ട് 2016 കടക്കൊള്ള എന്ന് ദേശാഭിമാനിക്ക് എഴുതാൻ കഴിയില്ല. അന്ന് അദാനിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. പക്ഷേ ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി CPM പറയുന്നൊരു ന്യായീകരണം 2017 മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച CAG റിപ്പോർട്ട് കണ്ടുകൊണ്ടാണ് അക്കാലത്ത് ഞങ്ങളതിനെ എതിർത്തത് എന്ന് പറയുന്ന വാദം നിലനിൽക്കില്ല. അത് ലോജിക്കില്ലാത്തതാണ്, അത് ചരിത്ര സാധുതയില്ലാത്ത ഒന്നാണ്. അപ്പോൾ ആ വാദം നിൽക്കില്ല. പക്ഷേ അപ്പോൾ ആ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആ പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരിനൊരു ഭരണ തുടർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൊരു വലിയ പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ്. അതിനെ എതിർക്കുക എന്നത് അക്കാലത്ത് CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ആ കാലത്ത് അരുവിക്കര ബൈ ഇലക്ഷൻ നടക്കുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കണം. അരുവിക്കര ബൈ ഇലക്ഷനിൽ ശബരിനാഥന് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ അദാനിയുമായിട്ട് ഒപ്പിട്ട കരാറാണ്. അതിന് പൊളിറ്റിക്കൽ റീസണുണ്ട്, ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ റീസണുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2011 മുതൽ 15 വരെ കാത്തിരുന്നു ഈ സർക്കാർ കരാർ ഒപ്പിടാൻ. അതിനിടയ്ക്ക് ലാൻഡ്കോ കൊണ്ടപ്പള്ളി പോയി, സൂം ഡെവലപ്പേഴ്സ്, അത് നേരത്തെ തന്നെ AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് മിലിറ്ററി ക്ലിയറൻസ് നിഷേധിച്ചു, ചൈനീസ് ബന്ധം ആരോപിച്ച്. അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു. ആ ഇമ്മീഡിയറ്റ് രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്നായിരുന്നു അദാനിയുമായിട്ടുള്ള ഈ കരാർ ഒപ്പിടിയിൽ. ആ കരാർ ഒപ്പിടിയിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച ക്രെഡിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കരാർ രേഖകളിലുണ്ട്, ഒപ്പം ശിലാഫലകത്തിലുമുണ്ട്. പക്ഷേ അന്ന് CPM അതിനെ പ്രതിരോധിച്ചതും ആ ക്രെഡിറ്റ് UDFിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി കൂടിയാണ്. പക്ഷേ അതിലവർ പറയുന്ന ഒരു കാര്യം വാസ്തവമാണ്. അന്ന് അവർ ഉന്നയിച്ച വിഷയം അദാനിക്ക് ഇത് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കും, അതുകൊണ്ടാണ് ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണെന്ന് പറഞ്ഞത്. പക്ഷേ ആ കരാറിൽ ഒരു മാറ്റവും വരുത്താതെയാണല്ല ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ അത് നടപ്പാക്കുന്നത് എന്നതാണ്. CAG റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അന്ന് CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് 30 വർഷത്തേക്കാണ് ഈ കരാർ കൊടുക്കുന്നത് എന്നാണ്. പക്ഷേ പിന്നീട് ഇത് 40 വർഷത്തേക്ക് നീട്ടുന്നു, പിന്നീട് ഇത് 60 വർഷത്തേക്ക് നീട്ടുന്നു. അത് 40 വർഷത്തേക്ക് ഇത് നീട്ടുമ്പോൾ 29,217 കോടി രൂപയുടെ അധിക ലാഭം അദാനിക്കുണ്ടാക്കുമെന്നതായിരുന്നു CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതാണ് ആദ്യകാലത്ത് കടൽക്കൊള്ള എന്ന് പറഞ്ഞ് CPM ആരോപിക്കാനുള്ളൊരു കാരണമായി പറയുന്നത്. CAG റിപ്പോർട്ട് ശരിവെച്ചു. രണ്ടാമത്തത് 40 എന്നുള്ളത് 60 വർഷമാക്കി ഉയർത്തുമ്പോൾ 61,095 കോടി രൂപയുടെ ലാഭം അദാനി അധികമായി ഉണ്ടാക്കുമായിരുന്നു. ഇത് CAG റിപ്പോർട്ടിൽ വന്നതിനെ തുടർന്ന് അന്വേഷണം വേണമെന്ന് CPM നേതാക്കൾ മാത്രമല്ല കേട്ടോ ആവശ്യപ്പെട്ടത്. അന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല VM സുധീരൻ ആവശ്യപ്പെട്ടു. സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാർ ഒരു ഉന്നത സമിതിയെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് കോൺഗ്രസിനുള്ളിലുള്ള VM സുധീരനും VD സതീശനും അടക്കമുള്ളവരാണ്. അതിൽ VM സുധീരൻ്റെ പോസ്റ്റാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ വായിച്ചതും. അപ്പോൾ അതിൻ്റെ അർത്ഥം CPMനെ മാത്രം ആ അർത്ഥത്തിൽ കുറ്റം പറയാൻ കഴിയില്ല എന്ന് വിൻസെൻ്റ് പറഞ്ഞതുപോലെ. പക്ഷേ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു, ഉമ്മൻചാണ്ടിക്കെതിരായ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നു. അതിലൊരിടത്തും ഉമ്മൻചാണ്ടിക്ക് ഇതുമായിട്ട് ഏതെങ്കിലും അഴിമതി ബന്ധമുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ക്ലീൻ ചിറ്റ് കൊടുത്തു ഉമ്മൻചാണ്ടിക്ക്. അപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നത് പിന്നീട് പറയേണ്ട ബാധ്യതയും ഈ സർക്കാരുണ്ട്. പക്ഷേ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല അത് മറച്ചുവെച്ചു എന്നതുമല്ല, ഇതിൽ അധികമായിട്ട് ലാഭമുണ്ടാക്കുന്നു എന്ന ഭാഗം ഇപ്പോഴും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിഗണനയിലാണ്, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന ചോദ്യത്തിന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വികസന നായകൻ ആരാണ് എന്നൊരു വലിയ ചോദ്യമുണ്ടെങ്കിൽ ആ വികസന നായകനായി ഇപ്പോൾ കേരളം ഒന്ന് മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടിയെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനെയുമാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇതൊരു അർജന്റീന മത്സരം പോലെയാണ്, ബ്രസീൽ മത്സരം പോലെയാണ്. ആ മത്സരത്തിൽ ഒരു ഗോൾ അഡീഷണലായിട്ട് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ആ പേര് മറന്നുപോയത് എന്ന് തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു നല്ല രാഷ്ട്രീയത്തിന്, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല രാഷ്ട്രീയത്തിൻ്റെ സൂചനയല്ല, കൂടുതൽ മെച്ചുറായ ഒരു രാഷ്ട്രീയത്തിൻ്റെ സൂചനയുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വികസന രാഷ്ട്രീയത്തിൽ അത്തരം ഫ്ലെക്സ് യുദ്ധങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഏറ്റവും മികച്ച CEO ആര് എന്ന ചോദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി ആ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ആ കരാർ നടപ്പിലാക്കാനും ഇച്ഛാശക്തിയായിട്ടുണ്ട്. അന്ന് ഇതിനെതിരെ സമരം നടത്തിയവരിൽ വിമോചന സമരം സ്വപ്നം കണ്ടു വന്നവരുണ്ട് എന്നത് മറക്കരുത്. ആ വിമോചന സമരം സ്വപ്നം കണ്ടു വന്നവരിൽ പലരും ഇന്നതിൻ്റെ ക്രെഡിറ്റുമായി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയമാണ്. എല്ലാ നീക്കങ്ങളിലും രാഷ്ട്രീയമുണ്ടാവും. അത്രമാത്രം കണ്ടാൽ മതി. നല്ലൊരു ദിവസമാണ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുന്ദരമായൊരു സ്വപ്നം, ഒരു കിനാവ് തളിരടിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ പത്തേമാരികൾ വരട്ടെ, നമ്മുടെ കിനാക്കൾ കൂടുതൽ ചിറക് മുളയ്ക്കട്ടെ, അല്ലേ? അപ്പോൾ സ്മൃതി, Meet the editors.